ഹായ് ചേച്ചി. കൺഗ്രാറ്റ്സ് ഡാ. എൻഗേജ്മെന്റ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു ചേച്ചി. എല്ലാവരും വളരെ ഹാപ്പിയാ. എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ മറക്കരുതേ. ഫോട്ടോസ് ഒക്കെ ഞാൻ വാട്സാപ്പിൽ ചേച്ചിക്ക് സെൻഡ് ചെയ്ത് തരാം. യമുന എന്റെ അടുത്ത് ഇരിപ്പുണ്ട്, കൊടുക്കട്ടെ? ആ കൊടുക്ക്. യമുനെ, ചേച്ചിയാ ഫോണില്. ചേച്ചിയാണോ? ഹായ് ചേച്ചി, ഹൗ ആർ യു? കൺഗ്രാറ്റ്സ് യമുന. ഹൗ ആർ യു? ഐ എം ഗുഡ് ചേച്ചി. ചേച്ചി എൻഗേജ്മെന്റിന് വരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതെ മോളെ, കോവിഡ് ഇഷ്യൂ, ഫ്ലൈറ്റ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്, ടോട്ടലി അണ്ടർസ്റ്റാൻഡ് കോവിഡ് ഇഷ്യൂസ്. പക്ഷേ ഡോണ്ട് ഫർഗെറ്റ് ടു കം ഫോർ ദ വെഡിങ്, ഓക്കെ? I'll be expecting you. Sure മോളെ, ഉറപ്പായും Okay വരും. ചേച്ചി, take care. Thank you so much. Bye bye. ബൈ. അതിരിക്കട്ടെ, what were you saying? നിന്റെ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. അത് ശരി. You are looking handsome. ശ്യാം എന്നാണല്ലോ പേരിട്ടേക്കുന്നത്. പക്ഷെ ഇത് പെണ്ണയക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരാ ഇത്? ഇപ്പോഴേ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ആഫ്റ്റർ മാരേജ് യു വിൽ ഇഗ്നോർ മീ കംപ്ലീറ്റ്ലി. All the nights we spent together is unforgettable. I miss you so much. I'm seeing you. യമുനെ, ചേച്ചിയോട് സംസാരിച്ചോ? ഫോൺ താ, ചേച്ചിക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്താ എന്തു പറ്റി? എന്താ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല, ഏർലി മോർണിംഗ് എഴുന്നേറ്റല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമാ. ശരി, ഞാനൊന്ന് റൂമിൽ പോയിട്ട് റിഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ഗോ.
ആ പറഞ്ഞോ. വിവേക് ഒന്ന് റൂമിലേക്ക് വരാമോ? ഹേയ്, എന്താ രാവിലെ തന്നെ റൂമിലേക്ക് വിളിക്കുന്നത്? ഇവിടെ എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത്. രാത്രി വരെ ഒന്ന് ക്ഷമിക്കേ. ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? ഹേയ്, ചുമ്മാ തമാശ കളിക്കല്ലേ, ഒന്ന് റൂമിലേക്ക് വാ. ഹേയ്, റൂമിൽ വരാൻ പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ നിന്നെ റൊമാൻസ് ചെയ്യാനല്ല വിളിച്ചത്. പിന്നെ റൊമാൻസ് അല്ലാതെ വേറെ? വല്ലാതെ അൺഈസിയായി തോന്നുന്നു. ഈ ഡ്രസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത. ഹേയ്, ഹേയ്, വാട്ട് ഹാപ്പൻഡ്? ആർ യു ഓൾ റൈറ്റ്? നത്തിങ്. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം. അതെ, എവിടേക്കും പോരുത്. ശരി, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നീ പോ. ഹേയ് ബേബി. നീ എന്തായി കാണിക്കുന്നേ? യമനകത്തുണ്ട്, പറയുന്നേക്ക്. നീയല്ലേ എന്നോട് വരാൻ പറഞ്ഞത്? ചുമ്മാ കളിക്കല്ലേ, ഞാൻ എപ്പോഴാ വരാൻ പറഞ്ഞേ? നീ വെറുതെ തമാശ ഓക്കെ പറയല്ലേ. ഓക്കെ ഓക്കെ, നീയല്ലേ എനിക്ക് മെസ്സേജ് ചെയ്ത് വരാൻ പറഞ്ഞത്? ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്തു തന്നു. ഇത് നോക്ക്. ഏയ്, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി ബേബി? പറയുന്നേക്ക്, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞാൻ നിനക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഒന്ന് പോ, ഒന്ന് പ്ലീസ് പോ. ഇതിനെപ്പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. ഒന്ന് പോ, അതെന്തിനാ? ദൈവത്തെ ഓർത്തൊന്ന് പോ. നീ എന്താ കാര്യം? ഒന്ന് പോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇറങ്ങ്, ഞാൻ പിന്നെ പറയാം. പോ. പറയൂ. ഒന്ന് പോ. എടാ, ആരോ വന്നതുപോലെ തോന്നിയല്ലോ. ആരും വന്നില്ല. റെസ്റ്റ് റൂമിൽ ഇരുന്നപ്പോ ഏതോ പെണ്ണിന്റെ ശബ്ദം കേട്ടല്ലോ. ഹേയ്, അവളെന്റെ ഓഫീസ് കൊളീഗാ. വിഷയമായിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓ, ബെഡ്റൂമിനകത്ത് വരെ ഒന്ന് വിഷയം മാത്രം ക്ലോസ് ആണോ? യവനെ, അവളൊരു കഥയില്ലാത്തവളാ. എന്നോട് മാത്രമല്ല, ഓഫീസിലുള്ള ബാക്കി എല്ലാവരോടും അവൾ ഇങ്ങനെയാണ് പെരുമാറാറ്. എനിക്ക് ഇവിടേക്ക് അൺനെസസറി ആയിട്ട് മെസ്സേജൊക്കെ അയക്കും. ഞാനങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തിനാ നീ ഇപ്പൊ അവളെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഹാപ്പി മൊമെന്റ് സ്പോയിൽ ചെയ്യുന്നേ? നീ വെറുതെ തമാശ പറയല്ലേ. നീയല്ലേ എനിക്ക് മെസ്സേജ് ചെയ്ത് വരാൻ പറഞ്ഞത്? ഞാനെപ്പോഴാ നിനക്ക് മെസ്സേജ് ചെയ്തേ? ഇത് നോക്ക്. ഏയ്, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി ബേബി? നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞാൻ നിനക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഒന്ന് പോ, ഒന്ന് പ്ലീസ് പോ. ഇതിനെപ്പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. അതെന്തിനാ? പോ, ദൈവത്തെ ഓർത്തൊന്ന് പോ. നീ എന്താ കാര്യം? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പിന്നെ പറയൂ. എടാ, പോ.